JEE അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രഖ്യാപിച്ചു. ഇനി നടക്കാൻ പോകുന്നത് സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളാണ്. NITകൾ, IITകൾ, IIITകൾ, അതുപോലെ സെൻട്രലി ഫണ്ടഡും സ്റ്റേറ്റ് ഫണ്ടഡുമായ പ്രധാനപ്പെട്ട കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും നടക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സീറ്റ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ശരിക്കും ഇന്നാണ് തുടങ്ങുന്നത്. ഞാനിത് പറയുന്നത് വരെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വൈകുന്നേരത്തിനുള്ളിൽ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ആ ചോയ്സ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാൻ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സും ഇപ്പം നടക്കും. ഇപ്പം നടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അത് 11-ാം തീയതി വരെ ടൈമുണ്ട്. ജൂൺ 11 വരെയാണ് ടൈമുള്ളത്. ദെൻ അത് കഴിഞ്ഞാൽ 13-ാം തീയതി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കും. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ IITയും NITയും IIIT ഒക്കെ കൂടി കൊടുത്ത ആളുകൾ റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് അലോട്ട്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതി വരെ നമുക്ക് ചെയ്യാനുള്ളത് സീറ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക, ദെൻ അറിയിക്കുക നമ്മൾ. അതോടൊപ്പം സീറ്റ് ആക്സെപ്റ്റൻസിൻ്റെ ഫീസ് അടക്കാം. ഈ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ടൈമിന് 2-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ടൈമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ടൈമിന് വേണമെങ്കിൽ ഇൻ അഡ്വാൻസ് അടക്കാം. പക്ഷെ അത് വേണ്ടതില്ല. നമ്മൾ സീറ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് അടച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്തിൻ്റെ ഇടയിൽ. അത് ക്വയറി റെസ്പോൺസ് പറയും. ആ റെസ്പോൺസ് ക്വയറി നിങ്ങൾ നോക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഡോക്യുമെൻറ്റിൽ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ അത് റീസബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കയറി നോക്കേണ്ട ടൈമാണ്. അങ്ങനെ കയറി നോക്കണം. അത് 26-ാം തീയതി വരെ നമുക്ക് കിട്ടും. 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി വീണ്ടും അലോട്ട്മെൻറ്റ്, അടുത്തത് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് നടക്കും. 30-ാം തീയതി സെക്കൻഡ് റൗണ്ട് അലോട്ട്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 6-ാം തീയതിയും പിന്നെ വരുന്നത് 10-ാം തീയതിയുമാണ്. ദെൻ 16-ാം തീയതിയോടുകൂടി ഏതാണ്ട് ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻ്റ് ആണ് IITകളുടേതും ISCയുടേതും. IITയും ISCയുടെയും ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇല്ല. പിന്നെ വരുന്നത് 21-ാം തീയതി NIT സിസ്റ്റംസിൻ്റെ അലോട്ട്മെൻ്റ് ആണ്. ആ അലോട്ട്മെൻറ്റ് അത് ഫൈനൽ റൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് CSAB ആണ്, സെൻട്രൽ സീറ്റ് അലോക്കേഷൻ അതോറിറ്റി വഴിയാണ്. പിന്നെ നമ്മളൊരു മോപ്പ് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത് ആ ടൈമിനാണ്. അപ്പോൾ ആ ടൈമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സമയം നമ്മൾ ലാസ്റ്റ് സീറ്റ് വിത്ഡ്രോ ചെയ്യാൻ ഓരോ ഘട്ടത്തിലും സമയം തന്നിട്ടുണ്ട്. സമയത്തിനുള്ളിൽ നമ്മൾ സീറ്റ് വിത്ഡ്രോ ചെയ്യുക. ദെൻ വിത്ഡ്രോ ചെയ്യാനുള്ള ഫൈനൽ വിത്ഡ്രോവൽ വരുന്നത് 4-ാം റൗണ്ട് ആകുമ്പോഴാണ് IITകളുടേത് വരുന്നത്. NITകളുടേത് 5-ാം റൗണ്ടിന് മുമ്പ് വിത്ഡ്രോ ചെയ്യാനുള്ള അവസരം നമുക്കുണ്ട്. അപ്പോൾ ആ വിത്ഡ്രോവൽ സമയമൊക്കെ കൃത്യമായിട്ട് നോക്കി പാലിച്ച് സീറ്റ് താല്പര്യമില്ലെങ്കിൽ എക്സിറ്റ് അടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതല്ലെങ്കിൽ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസ് അടച്ച് സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ഈ സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സീറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് 3 ഓപ്ഷൻസ് ഫില്ല് ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീസ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. നമ്മൾ സീറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആ സീറ്റിൽ നമ്മൾ സംതൃപ്തരാണ്. വേറൊരു ഘട്ടത്തിലെയും ഒരു അലോട്ട്മെൻറ്റിലെയും ഒരു ചോയ്സിലേക്കും നമുക്ക് പോകാൻ താല്പര്യമില്ല. കാലിക്കറ്റ് നമുക്ക് കിട്ടി, ഇലക്ട്രിക്കൽ മതി, ഇനി ഇലക്ട്രോണിക്സ് കിട്ടിയാലും മെക്കാനിക്കൽ കിട്ടിയാലും കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാലും വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. രണ്ടാമത്തത് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 10 ചോയ്സ് കൊടുത്തു, നമുക്ക് 8-ാമത്തെ ചോയ്സ് കിട്ടി. 8-ാമത്തെ ചോയ്സ് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി, നമ്മൾ ഫ്ലോട്ടാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഓരോ റൗണ്ടിലും സീറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് നമ്മുടെ സമ്മതം അറിയിക്കുന്നതാണ് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2-ാം റൗണ്ടിലും 3-ാം റൗണ്ടിലും 4-ാം റൗണ്ടിലേക്കും പൊയ്ക്കോട്ടെ എന്ന് നമ്മൾ സമ്മതം അറിയിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് ഓപ്ഷൻ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ദെൻ 3-ാമത്തത് സ്ലൈഡിംഗ് ആണ്. നമുക്ക് കാലിക്കറ്റ് NIT എന്ന് വെച്ചാൽ 10 ഓപ്ഷൻ കൊടുത്തു, കാലിക്കറ്റിൽ 4 എണ്ണം കൊടുത്തു. അത് 7ഉം 8ഉം 9ഉം കാലിക്കറ്റാണെന്ന് വിചാരിക്കുക, ട്രിച്ചിയും വാറങ്കലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ 7ഉം 8ഉം 9ൽ നമുക്ക് 9-ാമത്തെ കാലിക്കറ്റിൽ മെക്കാനിക്കൽ കിട്ടി. അതിന് മുമ്പുള്ളത് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കാലിക്കറ്റിലുണ്ട്. അതിന് മേലെ ട്രിച്ചിയും വാറങ്കലും സൂറത്ത് കല്ലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് അതിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. കാലിക്കറ്റിൽ 9 നമ്മൾ എടുത്തു, 8
8ഉം 7ഉം വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം എന്ന നിലക്ക് സ്ലൈഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റിൽ കിട്ടിയതും ഇനി നമ്മൾ ഓപ്ഷനിൽ ഉള്ളതുമായത് നമുക്ക് അനുവദിച്ച് കിട്ടും. അതിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ക്യാൻസലായി പോകുന്ന സിസ്റ്റമാണ് സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അതിലുള്ള ഹയർ ഓപ്ഷന് മാത്രം പരിഗണിക്കാൻ സമ്മതം അറിയിക്കുന്നതാണ് സ്ലൈഡിംഗ്. ഈ 3 ഓപ്ഷൻസും കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. യഥാസമയങ്ങളിൽ യഥാവിധി ഓപ്ഷൻ കൊടുക്കുകയും അതുപോലെ അതിൽ പങ്കെടുക്കുകയും ദെൻ വിഡ്രോവലിൻ്റെ കാര്യമുള്ളൂ എക്സിറ്റ് അടിക്കണമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് കരിയർ ഗുരുവിൽ നേരിട്ട് വരാം. ചോയ്സ് ഫില്ല് ചെയ്യുന്നതിന് നമ്മളിവിടെ അവസരം ഒരുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പോൾ IIT ആണ് എടുക്കുന്നെങ്കിൽ IITയുടെ റാങ്കിങ് വെച്ചിട്ടാണ് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ വെച്ചുകൊണ്ട് ഇപ്പോൾ കോഴ്സിൻ്റെ പ്രിഫറൻസ് ഉണ്ടാവും. കോഴ്സിൻ്റെ പ്രിഫറൻസ് ചിലപ്പോൾ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും ആയിരിക്കും. ചില ആളുകൾ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും മാത്രമായിരിക്കും കൊടുക്കുക. ചില ആളുകൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കലും സിവിലും മാത്രമായിരിക്കും കൊടുക്കുക. ദെൻ ചില ആളുകൾ സിവിലും പ്രൊഡക്ഷനും കെമിക്കലും മാത്രം കൊടുക്കും. ഈ ഒരു പ്രിഫറൻസ് വെച്ചുകൊണ്ട് കോളേജുകളിൽ ഒരു പ്രിഫറൻസ് തയ്യാറാക്കാം. ഇപ്പം NITകൾ 32 NIT ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ IITകൾ 23 ഉണ്ട്. IIITകൾ ഏതാണ്ട് ഒരു 32-34ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, NITകൾ മാത്രമല്ല IIITകൾ മാത്രമല്ല അതിൽ വരുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈനിങ് ആൻഡ് മാനുഫാക്ചറിങ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കുമ്പോൾ അതിനൊരു പ്രിഫറൻസ് ഓർഡറിൽ കോഴ്സുകളുടെ ചോയ്സുകൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഏറ്റവും പ്രീമിയറായ NITകൾ എന്ന് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് കാലിക്കറ്റ് മലയാളിയിൽ മിക്കവാറും കാലിക്കറ്റാണ് ആദ്യം കൊടുക്കുക. സത്യത്തിൽ കാലിക്കറ്റിനേക്കാൾ മികച്ച NITകൾ വേറെ ഉണ്ട് എന്നുള്ളത് വേറെ വിഷയം. ട്രിച്ചിയും വാറങ്കലും സൂറത്കലും ചില ആളുകൾ കൊടുത്തിട്ടേ കാലിക്കറ്റ് കൊടുക്കാറുള്ളൂ. ഈ 4 NITകളാണ് സൗത്ത് ഇന്ത്യയിലെ പ്രിഫറൻസ് എങ്കിൽ നമ്മളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? NIT, ട്രിച്ചി, വാറങ്കൽ, സൂറത്കൽ, കാലിക്കറ്റിൽ ഇലക്ട്രോണിക്സ് കൊടുത്തു. അവിടെ തന്നെ ഇലക്ട്രിക്കൽ കൊടുക്കണോ അതല്ല അടുത്തതിലേക്ക് ഇലക്ട്രോണിക്സ് അലഹബാദും റൂർക്കലയും ജയ്പൂരും ജലന്ധറൊക്കെ കൊടുക്കണോ റാങ്കിങ് അനുസരിച്ച് എന്നതാണ് നമ്മളുടെ വിഷയം. ആദ്യത്തെ ഒരു 14-20 NITകളുടെ ഉള്ളിൽ 14 ആണ് പരമാവധി ഞാൻ ഏറ്റവും മികച്ചതായിട്ട് കൊടുക്കുന്നത്. 14ഓളം NITകളാണ്. ചില ആൾ കുറച്ചുകൂടി കൂട്ടി ഒരു 20 വരെയൊക്കെ കൊടുക്കും. ഞാൻ പറയാം ടോട്ടൽ 32 NITകളിൽ ഒരു 20 വരെ നമുക്ക് കൊടുക്കാം. പ്ലേസ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഫ്രാസ്ട്രക്ചറും ബെസ്റ്റ് കോളേജുകളുമാണ്. തുടർന്ന് അങ്ങോട്ടുള്ളത് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കോളേജുകളും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ബേബി NITകളും ആയതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ആന്ധ്ര, പുതുച്ചേരി, ഗോവ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന NITകളാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയൊരു കോൺഫിഡൻസും താല്പര്യവും കുറച്ച് കൺസേണൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഏതായാലും 20 NITകൾ. ഈ 20 NITകൾ കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാം. ഉദാഹരണത്തിന് 4 എണ്ണത്തിൽ കാലിക്കറ്റ്, ട്രിച്ചി, വാറങ്കൽ, സൂറത്കൽ അതിൽ മാത്രം എല്ലാ ബ്രാഞ്ചും കൊടുക്കാം. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എല്ലാ ബ്രാഞ്ചും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ബ്രാഞ്ചുകളും ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഈ കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ 4 കൊടുത്തു. ദെൻ അവിടെ തന്നെ വേണമെങ്കിൽ കെമിക്കലോ പ്രൊഡക്ഷനോ കൊടുക്കണോ അല്ലെങ്കിൽ അടുത്തതിലേക്ക് അലഹബാദിലേക്കോ റൂർക്കലയിലേക്കോ അതല്ലെങ്കിൽ ജലന്ധർ, ജയ്പൂർ പോലുള്ള സ്ഥലങ്ങളിലുള്ള NITകളിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കലൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഡക്ഷനും കെമിക്കലൊക്കെ കാലിക്കറ്റും വാറങ്കലും ട്രിച്ചിയും കൊടുത്താൽ മതിയോ? ഇങ്ങനൊരു ചിന്ത, ഒരു ഡിസ്കഷനൊക്കെ നടന്ന് നമ്മളൊരു ഹോംവർക്ക് ചെയ്തിട്ടാണ് ചോയ്സസ് ഫില്ല് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്ഥാപനങ്ങളുടെ റാങ്കിങ്ങും ചോയ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബ്രാഞ്ചുകളെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കരിയർ ഗുരു ഓഫീസിൽ വരിക. ചോയ്സ് ഫില്ലിംഗ് ഇവിടെ നിന്ന് നടത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോയ്സ് ഫില്ലിംഗ് ഇവിടെ നിന്ന് നടത്താവുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതല്ലെങ്കിൽ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എന്തായാലും കോളേജുകളുടെ റാങ്കിങ് ഒന്ന് റഫായിട്ട് വെറുതെ ഒന്ന് പറഞ്ഞു. അത് എൻ്റെ അടുത്ത് ഞാനിത് വെറുതെ പറഞ്ഞു ഒരു നിങ്ങൾക്കൊരു സൂചന കിട്ടാൻ വേണ്ടി പറഞ്ഞു പോകുന്നതാണ്. സത്യത്തിൽ ഇത് പേഴ്സണലി നമ്മൾ ഇരിക്കുമ്പോൾ ഓരോ കോളേജിന് അപ്പോൾ ട്രിച്ചിയും വാറങ്കലും സൂറത്കലും പറയുമ്പോൾ വാറങ്കൽ സത്യത്തിൽ ഞാൻ കുറച്ച് നേരത്തെ വെക്കും, മുകളിൽ തന്നെ വെക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം IITകൾ ആദ്യത്തെ ഒരു 8-10 IITകൾ കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് അത്യാവശ്യം നന്നായി IITക്ക് സമാനമായോ അതല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിലുള്ള IITകളൊക്കെ മികച്ച പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാറങ്കൽ NIT എന്ന് വേണമെങ്കിൽ പറയാം. ട്രിച്ചിയുടെ കാര്യത്തിലും ചില ബ്രാഞ്ചുകളിൽ ഭയങ്കര
സാധ്യതയുള്ള ഒരു NIT ആണ് ട്രിച്ചി NIT. സൂറത്കൽ വരുമ്പോൾ ചില ബ്രാഞ്ചുകൾ സൂക്ഷ്മമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബ്രാഞ്ച് വൈസാണ് നമ്മൾ ചോയ്സസ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഏതായാലും NITകളുടെയും IITകളുടെയും IITകളുടെ ഒരു റാങ്കിങ് ഒന്ന് റഫായിട്ട് വെറുതെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അത് ശ്രദ്ധിക്കാം. എന്തായാലും സൂക്ഷ്മമായിട്ട് ചോയ്സസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിൽ കരിയർ ഗുരുവിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് റാങ്കിങ്ങിലേക്ക് എടുക്കാം. ഈ IITകൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ആളുകൾ മദ്രാസാണ് കൊടുക്കുക. ബോംബെ, ഡൽഹി, കാൺപൂർ, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹട്ടി, ഹൈദരാബാദ്, വാരണാസി, ഇൻഡോർ, ഗാന്ധിനഗർ. വാരണാസി എന്ന് പറഞ്ഞാൽ പണ്ട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT ആയി മാറിയതാണ്. പിന്നെ ഗാന്ധിനഗറും റോപ്പാറും ജോധ്പൂരും മാണ്ഡിയും പറ്റ്നയും ഭുവനേശ്വറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ നേരിട്ട് വന്നിട്ട് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റാങ്കിങ് നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇത് തന്നെ ആവണമെന്നില്ല നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. ഇപ്പം NIT എടുക്കുമ്പോൾ ചില ആളുകൾ കാലിക്കറ്റ് കൊടുക്കും. പക്ഷേ ഞാൻ സാധാരണ പോകാൻ താല്പര്യമുള്ള ആളുകളോട് വാറങ്കൽ ഫസ്റ്റ് കൊടുക്കാൻ പറയും. ദെൻ ചില ആളുകൾ ട്രിച്ചി കൊടുക്കും. എന്തായാലും റാങ്കിങ് അങ്ങനെ നോക്കുമ്പോൾ കാലിക്കറ്റ്, ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ, റൂർക്കല, ദെൻ അലഹബാദ്, ജയ്പൂർ, നാഗ്പൂർ, കുരുക്ഷേത്ര, ജാംഷഡ്പൂർ, സൂറത്ത്, ദുർഗാപൂർ, ഡൽഹി, ഭോപ്പാൽ ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ IITകൾ വരുമ്പോൾ പ്രത്യേകിച്ച് IITDM ജബൽപൂർ പറയാറുണ്ട്. ദെൻ നയാ റായ്പൂർ പറയാറുണ്ട്. IIT പൂനെ, കാഞ്ചീപുരം, ഗുവാഹട്ടി, വഡോദര, ഭോപ്പാൽ, കോട്ട, സൂറത്ത്, ചിറ്റൂർ, നാഗ്പൂർ, ഊന, സോനെപ്പട്ട്. ദെൻ IIT തിരുച്ചിറപ്പള്ളി, ഭുവനേശ്വർ, വഡോദര, ദെൻ അതുപോലെ റാഞ്ചി ഇങ്ങനെ പറയാറുണ്ട്. പിന്നെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒരു റാങ്കിങ് ആദ്യം ഉണ്ടാക്കി വെച്ച് ദെൻ ചോയ്സുകളുടെ കോഴ്സുകളുടെ ഒരു പ്രിഫറൻസ് ഉണ്ടാക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ട്രിച്ചിയിൽ നമ്മൾ കാലിക്കറ്റാണ് തുടങ്ങിയത്. കാലിക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ട്രിച്ചിയിലെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ കൊടുത്തു. ദെൻ കമ്പ്യൂട്ടർ സയൻസ് മൊത്തത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതാണ് പ്രിഫറൻസെങ്കിൽ ആദ്യത്തെ 7 കമ്പ്യൂട്ടർ സയൻസ് തന്നെ കൊടുത്തതിന് ശേഷം ഒരിക്കും ഇലക്ട്രോണിക്സും, ഇലക്ട്രിക്കലും, മെക്കാനിക്കലും, കാലിക്കറ്റ്, പിന്നെ ട്രിച്ചി, പിന്നെ വാറങ്കൽ, സൂറത്കൽ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിഫറൻസ് പേഴ്സണലി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കുക. കോളേജുകളുടെ ഒരു സ്റ്റാൻഡേർഡും കോളേജുകളുടെ സാധ്യതകളും കോഴ്സിൻ്റെ സാധ്യതകളും കോഴ്സിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഹയർ സ്റ്റഡീസും ദെൻ അതുപോലെ പ്ലേസ്മെൻറ്റ് സാധ്യതകളൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം ചർച്ച നടത്തുന്നത്. ഏതായാലും ചോയ്സസ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. Career Guru, molding your future.